ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്തോണി വൈബ്സ്. നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത ബെല്ലേക്ക് കൂടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ക്രിസ്മസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലൊന്നും വെച്ചൊന്നും ചെയ്യില്ല. നമ്മളിപ്പോൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ പഴയ ഒരു കോഴിക്കൂട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കോഴിക്കൂട് എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി സംഗതി സെറ്റ് ചെയ്തെടുക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് പോവാം, വായോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നെറ്റും വലയും മൊത്തവും പറിച്ചങ്ങ് കളഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട്. പിന്നെ ആണിയൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ആണിയൊക്കെ പറിച്ച് മാറ്റി നമ്മൾ വല്ല പിന്നിൽ മാറ്റി വെക്കുക. വലിച്ചൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരുടെ കാലിലൊക്കെ കയറും. നമ്മൾ പിള്ളേരെ കോഴി കളക്കുന്നത്. പിന്നെ നമുക്കിനി ഈ ഫ്രണ്ട് ഒരു സൈഡ് നമുക്ക് പോർഷൻ ഫുള്ളായിട്ട് മാറ്റണം, ഓപ്പൺ ആയിട്ട് വരാൻ വേണം. അവിടെ മാത്രം നമ്മൾ കവർ ചെയ്ത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വെക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഫുള്ള് തടിയും ഇളക്കി മാറ്റാം. ഈ സൈഡിലത്തെ ഓരോ പീസായിട്ട് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മൊത്തം കൂട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മൊത്തം സംഗതി സെറ്റാണ്. നല്ല കോഴിയുടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നിറച്ച്. അത് മൊത്തം ക്ലീൻ ചെയ്തു. അതിൻ്റെ ഇത്തിരി സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്മെല്ലുണ്ട്. അത് കോഴി നമ്മളിപ്പോൾ കുറച്ച് നാളും കൊടുത്തതൊക്കെ അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഏകദേശം നമുക്കിനി ഇതിനകത്ത് കുറച്ച് വിട്ടുപോയ പട്ടിയിലും പലയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ആണി അടിച്ചതൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് ശരിയാക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിനി ഒന്ന് പോളിഷൊക്കെ മേടിച്ചടിക്കണം. പിന്നെ ഇതിൻ്റെ വുഡ് പ്രൈമറും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട് സെറ്റാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് പ്രൈമർ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് വുഡ് പ്രൈമർ. പിങ്ക് കളറാണ് വുഡ് പ്രൈമറിൻ്റെ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൈമർ ആദ്യം അടിച്ചു കൊടുക്കണം. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഇത് മഹാഗണിയുടെ ഒരു പെയിൻറ്റ്. നമ്മളിതാണ് കൂടുതൽ അടിക്കാൻ പോകുന്നത്. കൊടുക്കുന്ന കളർ ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമർ അടിക്കാം.
മതി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പ്രൈമർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേശം നമുക്ക് ടർപ്പനും കൂടെ ഒഴിച്ചു കൊടുക്കാനകത്ത് മിക്സ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് കട്ടി കുറച്ച് പ്രൈമറിൻ്റെ കട്ടി കുറച്ച് ലൂസാക്കി എടുത്തിട്ട് നമ്മൾ അടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പ്രൈമർ സെറ്റായി വന്നിട്ട് നമുക്ക് ഈ പ്രൈമർ അടിച്ചു കൊടുക്കാം അടിയിലോട്ട്. ഫുള്ള് നമ്മൾ മൊത്തം പ്രൈമറൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സംഗതി നമ്മുടെ ഓൾറെഡി ഇതേ മേളും താഴ്ഭാഗം നിങ്ങൾ കാണാം മൊത്തം അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി നടുഭാഗത്ത് അകത്തിനെ അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് അടിക്കാൻ പോകുന്നത് മഹാഗണി കളർ പെയിൻറ്റ്. പിന്നെ ബാക്കി മൊത്തം നമ്മൾ പ്രൈമർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണങ്ങിയല്ല, മൊത്തം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാം. മഹാഗണി നമ്മൾ മഹാഗണി കളർ പെയിൻറ്റ് നേരത്തെ എടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മഹാഗണി കളർ പെയിൻറ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശേഷം ടർപ്പനും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മഹാഗണി കളർ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടിച്ചു കൊടുക്കാം. ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും സംഗതി, ഐസ്ക്രീമിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഫ്രണ്ടിൽ ബോർഡർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്കിത് ഓരോന്ന് വെച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫുൾ കോഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വന്നിട്ടുണ്ട്. നമ്മൾ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ്, പിന്നെ അതിൻ്റെ പുറത്ത് കാർഡ്ബോർഡ്, മേളിൽ കച്ചി എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടത് നമ്മൾ അഥവാ മഴയൊക്കെ വരുന്നതാണ്, അപ്പോൾ അകം നനയാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഇട്ടിരുന്നത്. നമ്മളങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും പിന്നെ സെറ്റ് മൊത്തം വെക്കേണ്ടതാണ്. ഉണ്ണീഷോ ഫുൾക്കോഡിൻ്റെ അകത്തുള്ള ഔസേപ്പിത മാതാവരുടെയൊക്കെ അതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അടുത്ത വീഡിയോയിലായിട്ട്. നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിൽ നമ്മളത് ഇടുന്നതായിരിക്കും ലാസ്റ്റായിട്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.